പ്രളയത്തിൽ മുങ്ങിയപ്പോൾ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? ഹെലികോപ്റ്റർ യാത്ര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഇപ്പോൾ CPM കടന്നാക്രമണം നടത്തുകയാണ്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് രാഷ്ട്രീയ വിവാദവും ശക്തമാകുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രളയബാധിതർ ദുരിതത്തിലായിരിക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണോ അല്ലെങ്കിൽ ദുരിതബാധിതരെ നേരിൽ സന്ദർശിക്കണോ മുഖ്യമന്ത്രി തയ്യാറല്ലായിരുന്നുവെന്നും പകരം സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചതെന്നും ഇവിടെ MV ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചു. നിക്ഷേപകരെ കാണാനാണ് പോയതെന്ന സർക്കാർ വിശദീകരണം വിശ്വസിക്കാനാകില്ല എന്നും മാത്രമല്ല ഭാര്യ പിതാവിനെ കാണാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഇതിന് പിന്നിൽ പുറത്തു പറയാൻ കഴിയാത്ത എന്ത് ഡീലാണുള്ളതെന്നും ഒരു ചോദ്യമായി തന്നെ MV ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കള്ളമെങ്കിലും പറയാതെ മുഖ്യമന്ത്രിക്ക് സമാധാനം കിട്ടില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രളയവും മണ്ണിടിച്ചിലും കനത്ത മഴയും ജനജീവിതം അവിടെ താറുമാറാക്കിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നയിക്കുന്നതിന് പകരം തന്നെ വിരുന്നുകളിലും സ്വർണ്ണക്കട ഉദ്ഘാടനങ്ങളിലും പങ്കെടുക്കുന്നു എന്നതാണ് CPMന്റെ ആരോപണം. ദുരന്ത സമയത്ത് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഭരണാധികാരി കാണാതായി എന്നതാണ് പ്രതിപക്ഷ വിമർശനം. ഹെലികോപ്റ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഗോവിന്ദൻ സർക്കാരിനെതിരെ പഴയ ആരോപണങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. മുൻ സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ അതിനെതിരെ വലിയ വിവാദം സൃഷ്ടിച്ചവരാണ് ഇന്ന് സ്വന്തം അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കായി തന്നെ അതേ സംവിധാനം ഉപയോഗിക്കുന്നത് എന്നതാണ് പറയുന്നതും. മുൻ സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് അത് വിനിയോഗിക്കുന്നത് എന്നതും ഇവിടെ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. BJP നേതാക്കളെ കാണാൻ ഇവിടെ ചാർട്ടേഡ് വിമാനം ഉപയോഗിച്ച സംവിധാനവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതിനിടെ തന്നെ പ്രിയദർശിനി ബസ് പദ്ധതിയെക്കുറിച്ചുള്ള മന്ത്രി CP ജോണിന്റെ ആ വിമർശനവും അല്ലെങ്കിൽ പരാമർശത്തെയും MV ഗോവിന്ദൻ ശക്തമായി തന്നെ വിമർശിച്ചു. സൗജന്യ ബസ് യാത്ര ഉപയോഗിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടവരാണ് എന്നും തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി നൽകിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നും CPM ആവശ്യപ്പെട്ടു. അതേസമയം ഹെലികോപ്റ്റർ യാത്രയെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള CPMന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ അവിടെ സംസ്ഥാന സർക്കാരോ ഇതുവരെയും ഔദ്യോഗികമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല. മാത്രമല്ല പ്രളയ ദുരന്തത്തിനിടയിൽ തന്നെ സർക്കാരിന്റെ മുൻഗണനകൾ എന്താണ് എന്ന ചർച്ചയാണ് ഇവിടെ ആരോപണങ്ങൾക്കൊടുവിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തമായി കേൾക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.